പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാൽവിൻ സൈക്കിൾ ആയിരുന്നു. ഫോട്ടോസിന്തസിന്റെ വളരെ പ്രധാനപ്പെട്ട ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷനിലെ ഫസ്റ്റ് സൈക്കിൾ ആയിരുന്നു C3 സൈക്കിൾ ഓർ കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ അതിനെ ബെൻസൺ കാൽവിൻ സൈക്കിൾ എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ C3 സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. But today we are going to discuss about another important cycle called C2 cycle. C2 cycle is otherwise called photorespiration. Photorespiration ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് കാർബോക്സിലേഷന്റെ പ്രസൻസിലുള്ള C3 cycle ആണ്. But here we are discussing the second most important cycle called photorespiration. ഇവിടെ ലൈറ്റിന്റെ പ്രസൻസിൽ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു cyclic process ആണ് photorespiration. We can see what are the important processes that are taking place in the photorespiration. See, നോക്കൂ, C3 plants സാധാരണ അഗ്രികൾച്ചറൽ ക്രോപ്സ് ആയിട്ടാണ് വളരുക. C3 plants എല്ലാം മിക്കവാറും. ബട്ട് ഹോട്ട് എറിഡ് ഡ്രൈ കണ്ടീഷൻ. അതേസമയം എന്തിനാണ് നമ്മളിപ്പോ നോർമലി ഒരു C3 സൈക്കിൾ പഠിച്ചിട്ട് പിന്നെ എന്തിനാണ് ഒരു C2 സൈക്കിൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ there is some problem which is occurring within the C3 plants. എന്താണത്? Hot arid dry conditions are determinantal to C3 plants. പലപ്പോഴും ഈ C3 പ്ലാന്റുകളായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഹോട്ട് കണ്ടീഷനിൽ വളരുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. These conditions have a negative impact for farmers. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷക്കനുസരിച്ചുള്ള വിളവ് ഇല്ലാത്തത് കൊണ്ട് that will affect the hope of every farmers and consumers also. Consumers of C3 agricultural crops, rice, wheat, soybean, etc. അപ്പൊ സ്വാഭാവികമായിട്ടും C3 പ്ലാന്റിൽ ഹോട്ട് കണ്ടീഷനിൽ വളരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. ആ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഒരു സൈക്കിളിന്റെ പേരാണ് C2 സൈക്കിൾ. സോ നോർമലി C3 സൈക്കിൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചില പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തത്. In order to make a solution for this problem, scientific community has introduced a new cyclic process called C2 cycle. എന്താണ് C2 cycle എന്ന് നോക്കാം. See, photorespiration, it is otherwise called photooxidation. Photorespiration വേറൊരു പേരുടെയും പറയാനുണ്ട്, that is called photooxidation. Photo occurs in the light. Photo means it is the presence of light. Unlike photosynthesis, produce no organic fuel, no Calvin cycle. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തീരെ എനർജി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാൽവിൻ സൈക്കിളും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ബട്ട് റെസ്പിറേഷൻ കൺസ്യൂംസ് ഓക്സിജൻ. അല്ലെ, റെസ്പിറേഷൻ നമുക്കറിയാം, റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ്. കൺസ്യൂം ഓക്സിജൻ ബൈ റുബിസ്കോ. അപ്പൊ റുബിസ്കോ ഇവിടെ ഓക്സിജൻ ആണ് കൺസ്യൂം ചെയ്യുന്നത്. നമുക്കറിയാം റുബിസ്കോന്റെ ഫുൾ ഫോം തന്നെ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. പറയൂ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് ആണ്. അപ്പൊ ഇവിടെ ആക്റ്റീവ് ആവുന്ന എൻസൈം ഓക്സിജനേസ് ആണ്. അൺലൈക്ക് സെല്ലുലാർ റെസ്പിറേഷൻ ജനറേറ്റ്സ് നോ ATP. അതേപോലെ തന്നെ ഇത് വളരെ വിരുദ്ധമായിട്ടാണ്, റെസ്പിറേഷന് വിരുദ്ധമായിട്ട് ഒരു ATP പ്രൊഡ്യൂസും ചെയ്യുന്നില്ല. വേസ്റ്റ് എനർജി ആൻഡ് റെഡ്യൂസിങ് പവർ. അതേപോലെ തന്നെ ഇത് ഒരുപാട് എനർജിയെ വേസ്റ്റ് ആക്കുന്നു, റെഡ്യൂസിങ് പവറിനെ നശിപ്പിക്കുന്നു. റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഡേഞ്ചറസ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് H2O2 ഇൻ ദ പെറോക്സിസം. എന്നാലോ ഇങ്ങനെയൊക്കെ സൈക്കിൾ നടന്നാൽ പോലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചറസ് ആയിരിക്കുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ട്. അതിന്റെ പേരാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ദാറ്റ് ഈസ് H2O2. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സൈക്ലിക് പ്രോസസ് ആണ്. ഹിയർ ദർ ഈസ് നോ പ്രൊഡക്റ്റ് ലൈക്ക് sugar. Here respiration is taking place. Here ATP is not at all generated, and moreover they produce the most important reactive oxygen species, that is called hydrogen peroxide. So anyway, the cyclic is very interesting as far as the normal photosynthesis is concerned. Now ഇതിനൊരു എവല്യൂഷണറി ബാഗേജ് ഉണ്ട്. വാട്ട് ഈസ് എവല്യൂഷണറി ബാഗേജ്? ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. വൈ ഡസ് ഫോട്ടോ റെസ്പിറേഷൻ എക്സിസ്റ്റ്? എന്തിനാണ് ഫോട്ടോ റെസ്പിറേഷൻ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടായത് അല്ലെങ്കിൽ ലോകത്തുണ്ടായത്? മെറ്റബോളിക് റിലീക്ക് ഫ്രം ഏർലിയർ ടൈം വെൻ അറ്റ്മോസ്ഫിയറിക് ഹാസ് ലെസ് ഓക്സിജൻ ആൻഡ് മോർ കാർബൺ ഡൈ ഓക്സൈഡ്. മെറ്റബോളിക് റിലീക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു.
അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റ്മോസ്ഫിയറിൽ ഹാഡ് ലെസ് ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിൽ വളരെ കുറഞ്ഞ ഓക്സിജനും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. വിത്ത് സോ മച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായതിന്റെ പ്രസൻസിൽ റുബിസ്കോ ഇനേബിലിറ്റി ടു എക്സ്ക്ലൂഡ് ഓക്സിജൻ ഹാഡ് ലിറ്റിൽ ഇമ്പാക്ട് ഓൺ ഫോട്ടോസിന്തസിസ്. അതായത് അതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് സംഭവിച്ചു? കാർബൺ ഡൈ ഓക്സൈഡ് സോ മച്ച് ഒരുപാടുണ്ടായിരുന്നു. റുബിസ്കോസ് ഇനബിലിറ്റി ടു എക്സ്ക്ലൂഡ് ഓക്സിജൻ ഹാഡ് ലിറ്റിൽ ഇമ്പാക്ട് ഓൺ ഫോട്ടോ. അപ്പോ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള സമയത്ത് പലപ്പോഴും ഈ പറയുന്ന റുബിസ്കോന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഇനബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ദെൻ മോഡേൺ ടൈം, ഇനി അത് ഒരു പാസ്റ്റ് ഇയർ കഴിഞ്ഞ് പുതിയ കാലത്ത് വരുമ്പോൾ റുബിസ്കോ അഫിനിറ്റി ഫോർ ഓക്സിജൻ ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ക്രോപ്പ്. എന്നാലോ അങ്ങനെ പുതിയ കാലത്ത് വരുമ്പോൾ ഈ ഓക്സിജൻ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പഴയ കാലത്ത് ഓക്സിജൻ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ പുതിയ കാലത്ത് ഓക്സിജൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിവേ ദിസ് ഇസ് what I am said is correct. That is the photo respiration is somewhat complicated, somewhat dilemmated, somewhat paradoxical. So we can say that what are the important paradoxical relief that happened during this type of respiration that we will discuss. ഇതാണ് നോർമലി നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കേണ്ട 3 പ്രധാനപ്പെട്ട സെൽ ഓർഗൻ. ഈ പറയുന്ന പ്രോസസ്സും നടക്കുന്നത് സെൽ ഓർഗനൽസ് വെച്ചിട്ടാണ്. നമുക്കറിയാം C3 സൈക്കിൾ നടക്കുന്നത് ഏത് സെൽ ഓർഗനിലാണ്? C3 സൈക്കിൾ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനിലാണ്. ദാറ്റ് സെൽ ഓർഗനൽ ഈസ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. Likewise, the photorespiration which is taking place in the 3 important cell organelles, they are called chloroplast, peroxisome and mitochondria. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ സാധാരണ RUBP സാധാരണ വലിച്ചെടുക്കേണ്ടത് ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. പകരം RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുന്നു? ഗ്ലൈക്കോലൈറ്റ് ഉണ്ടാക്കുന്നു. ഗ്ലൈക്കോലൈറ്റ് നേരെ പോയിട്ട് പെറോക്സിസോം എന്ന് പറയുന്ന തൊട്ടടുത്ത സെൽ ഓർഗനൽസിൽ കൊടുക്കുന്നു. ഗ്ലൈക്കോലൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കുന്നു. ഗ്ലൈസിൻ നേരെ അങ്ങോട്ട് പോകുന്നു, മൈറ്റോകോൺട്രിയയിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് ഒരു കാർബൺ കോമ്പൗണ്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൊടുക്കും. എന്നാൽ ബാക്കിയുള്ള സെറിനാണ്. ഈ സെറിൻ ഗ്ലൈസിൻ വളരെ പെട്ടെന്ന് സെറിനായി മാറുന്നു. സെറിൻ ഈസ് അഗെയിൻ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു പെറോക്സിസോം. Then from the peroxisome, serine is converted into glycerate. From the glycerate, this is again enter into the chloroplast. Then within the chloroplast, they will produce a 3-phosphoglyceric acid. This 3-phosphoglyceric acid is converted into RUBP. Then this cyclic process is happening. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്തതിന് പകരം ഓക്സിജൻ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇത് പെറോക്സിസോമിലോട്ട് ഡിഫറെന്റ് കോമ്പണന്റ് ആയി മാറി മൈറ്റോകോൺട്രിയയിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് നോർമൽ പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഉള്ളിലുള്ള ക്ലോറോപ്ലാസ്റ്റ് വലിച്ചെടുക്കുകയും അവിടെ സൈക്ലിക് പ്രോസസ് നടത്തുകയും അവിടെ C3 സൈക്കിൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് സയന്റിഫിക്കലി ഉള്ള നമ്മുടെ അറിവുകൾ. എനിവേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 3 പ്രധാനപ്പെട്ട സെൽ ഓർഗനിൽ വെച്ചിട്ടാണ് C2 സൈക്കിൾ നടക്കുന്നത്. 1 ക്ലോറോപ്ലാസ്റ്റ്, 2 പെറോക്സിസോം, 3 മൈറ്റോകോൺട്രിയ. ബാക്കി ഡീറ്റെയിൽ പ്രോസസ് നമുക്ക് പഠിക്കാം. ഇതാണ് കുറച്ചുകൂടി ക്ലിയർ കട്ട് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരിക. ക്ലോറോപ്ലാസ്റ്റിൽ ഫസ്റ്റ് തന്നെ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നു? ഈ പറയുന്ന ഫോസ്ഫോ ഗ്ലൈക്കോലൈറ്റ് ആയി മാറുന്നു. ഫോസ്ഫോ ഗ്ലൈക്കോലൈറ്റിൽ വളരെ പെട്ടെന്ന് പെറോക്സിസിലേക്ക് മുകളിലോട്ട് പോയി ഗ്ലൈക്കോലൈറ്റ് ആവുന്നു. ഗ്ലൈക്കോലൈറ്റ് ഗ്ലയോസൈലേറ്റ് ആവുന്നു. ഗ്ലയോസൈലേറ്റ് ഗ്ലൈസിൻ ആവുന്നു. ഗ്ലൈസിൻ മൈറ്റോകോൺട്രിയയിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് അത് സെറിനായി മാറുന്നു. സെറിൻ നേരെ തന്നെ പെറോക്സിസോമിലോട്ട് പോയി പെറോക്സിസോമിൽ നിന്ന് സെറിൻ ഗ്ലിസറേറ്റ് ആവുന്നു. ഗ്ലിസറേറ്റ് വളരെ പെട്ടെന്ന് ക്ലോറോപ്ലാസ്റ്റിലേക്ക് പോയിട്ട് എന്തായി മാറുന്നു? 3-phosphoglyceric ആസിഡ് ആയി മാറുന്നു. 3-phosphoglyceric ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തറിയാം? അതിന് 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ട്. 3-phosphoglyceric ആസിഡ് കാൽവിൻ സൈക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താക്കി മാറ്റും? റിബുലോസ് ഫിസ്ഫോസ്ഫേറ്റിന്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യും. ഇവിടുത്തെ ഗുണപാഠം എന്താന്ന് വെച്ചാല് ആദ്യം ഇയാൾക്ക് കിട്ടുന്നത് RUBP കിട്ടുന്നത് ഓക്സിജൻ ആണ് ഇൻസ്റ്റെഡ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ രണ്ടാമത്തെ സൈക്കിൾ ഇങ്ങനെ ഓടിയെത്തുന്ന സമയത്ത്
കാൽവിൻ സൈക്കിളിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ആ കാർബൺ ഡൈ ഓക്സൈഡിനെ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 3-phosphoglyceric ആസിഡ് ഉണ്ടാവുകയും 3-phosphoglyceric ആസിഡ് ഇവിടെ C3 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുകയും ഇവർക്ക് ആവശ്യമുള്ള ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. So we can say that it is an alternative pathway in which first REBP first accepted by an important oxygen and thereafter they will accept carbon dioxide. So simultaneously oxygen and carbon dioxide are getting absorbed during the process of C2 cycle. Now, എന്തൊക്കെയാണ് C2 cycle ചെയ്യുന്നതും ചെയ്യാത്തതും? Photorespiration lowers the rate of carbon dioxide fixation. അല്ലെ, നമുക്കറിയാം ഇപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ ഫിക്സേഷൻ തീരെ സഹായിക്കില്ല. പ്ലാന്റ് ഗ്രോത്തും അതേപോലെ തന്നെ ലോവർ ആക്കും. അതേപോലെ യൂസസ് ATPയും NADPH ഒക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ് നടക്കുന്നു. ഒന്ന് നമുക്കറിയാം REBPക്ക് ഒന്ന് ഓക്സിജനൈസും ആണ്, രണ്ടാമത്തത് REBPയുടെ കാർബോക്സിലേസും ആണ്. രണ്ട് എൻസൈം ആയിട്ടാണ് REBP വർക്ക് ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം കൺഫ്യൂഷൻ ആവുന്ന REBP രണ്ട് ഫോമിൽ ഉണ്ടാവും. ഒന്ന് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ്, രണ്ടാമത്തത് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ഓക്സിജനേസ്. ഇവിടെ രണ്ടും സത്യസന്ധമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നോക്കൂ, REBP combined with carbon dioxide to form 2 molecules of 3PG, whereas here REBP combined with oxygen to form 3-phosphoglyceric acid and glycolate. 3-phosphoglyceric acid എന്ന് പറയുന്നത് 3-phosphoglyceric acid 3 കാർബൺ കോമ്പൗണ്ടുകളാണ്, ഗ്ലൈക്കോലേറ്റ് 2, അപ്പൊ 3 2 5. Then which release carbon dioxide and that carbon dioxide is finally accepted by REBP during the cycle of chloroplast. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കൂ, ഇതാണ് ഗ്ലൈക്കോലേറ്റ് അല്ലെ, 3 3 5, ഓട്ടോമാറ്റിക്കലി അതാണ് REBP ആയി മാറുന്നത്. REBPന്റെ കാർബൺ നമ്പർ 5 ആണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എപ്പോഴാണ് ഇതൊരു വളരെ റയർ ആയിട്ടുള്ള സൈക്കിളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെൻ ഡസ് ഫോട്ടോ റെസ്പിറേഷൻ ഒക്കർ? എപ്പോഴാണ് ഫോട്ടോ റെസ്പിറേഷൻ സംഭവിക്കുന്നത്? ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ഫേവേർഡ് ബൈ ഹോട്ട് ആൻഡ് ഡ്രൈ കണ്ടീഷൻ വെൻ സ്റ്റൊമാറ്റ ക്ലോസ്. സ്റ്റൊമാറ്റ ക്ലോസ് ആവുന്ന സമയത്ത് മാത്രമാണ്, അതായത് ഹോട്ട് കണ്ടീഷനിലാണ് സ്റ്റൊമാറ്റ ഉണ്ടാവുക, ക്ലോസ് ആവുക. ആ കണ്ടീഷനിൽ മാത്രമേ എന്തുണ്ടാവും? ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഇൻ ടു ലീവ്സ് ത്രൂ സ്റ്റൊമാറ്റ. ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, എല്ലാ സമയവും ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉള്ള സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓൺലി വെൻ ഹോട്ട് ഡ്രൈ കണ്ടീഷൻ, വെൻ സ്റ്റൊമാറ്റ ആർ ക്ലോസ്ഡ്. ഇതാണ് C2 സൈക്കിളിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ. നമുക്കൊന്ന് നോക്കാം C2 സൈക്കിൾ എന്തൊക്കെയാണ് നടക്കുന്നത്. C2 സൈക്കിളിന് 3 പേരുണ്ട്. ഒന്ന് C2 സൈക്കിൾ, 2 ഫോട്ടോ റെസ്പിറേഷൻ, 3 ഗ്ലൈക്കോലൈറ്റ് സൈക്കിൾ. ചിലപ്പോൾ ഗ്ലയോസൈലേറ്റ് സൈക്കിൾ എന്ന് ചോദിക്കും. ഒരു സമയത്ത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ എന്നാണ്, അല്ല ഗ്ലൈക്കോലൈറ്റ് സൈക്കിൾ എന്നായിരുന്നു. കുട്ടികൾ പലരും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കുട്ടികൾ എഴുതാൻ? സാറ് C2 സൈക്കിൾ ചോദിച്ചിട്ടില്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ 3 പേരും നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ യുവർ എക്സാം. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ C3 plants, REBP carboxylase Rubisco function as oxygenase at high temperature and oxygen. C3 പ്ലാന്റിൽ ഇതാണ് സംഭവിക്കുക. അതേസമയം ഇതേ C3 പ്ലാന്റ്സിൽ റുബിസ്കോ എന്തായി മാറും? ഓക്സിജനൈസ് ആയിട്ട് വർക്ക് ചെയ്യും. എപ്പോ? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഓക്സിജൻ. നല്ല ടെമ്പറേച്ചർ ഉള്ള സമയത്തും നല്ല ഓക്സിജൻ ഉള്ള സമയത്തും. REBP oxidize REBP to phosphoglycerate and phosphoglycolate. Phosphoglycolate is converted into glycolate and transported to peroxisome. നമ്മൾ പറഞ്ഞ നേരത്തെ സ്റ്റെപ്പ് അതേപോലെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ സ്റ്റെപ്പ് പരീക്ഷയ്ക്ക് എഴുതണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നോട്ടാക്കി തരുന്നതാണ്. ഓക്കെ, സോ ദെൻ phosphoglycolate is converted into glycolate and transported into peroxisome. In the peroxisome, glycolate is oxidized to glyosylate. Glyosylate cycle ചോദിക്കാറുണ്ട്, remember. This glyosylate is then converted into an amino acid glycine. Then glycine enters the mitochondria and here 2 glycine give rise to serine. അപ്പോൾ glycine ആണ് സെറിനെ തരുന്നത്. That is, and also it will give carbon dioxide. Serine again enters the peroxisome and is converted into glycerate. Serine വീണ്ടും peroxisome enter ചെയ്തിട്ട് അവിടെ glycerate ഉണ്ടാകുന്നു. Glycerate enters the chloroplast where it is phosphorylated to form PGA. അപ്പോൾ glycerate അവിടെ നിന്ന് phosphoglyceric acid ആക്കി മാറ്റുന്നു. PGA now enters the Calvin cycle. അങ്ങനെ PGA Calvin cycle ലേക്ക് പോകുന്നു. Since there is
loss of photosynthetically fixed carbon and no energy rich compound is produced, photorespiration is considered as a wasteful process. It reduces dry matter production and yield of plant.